ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് നമ്മുടെ തേർഡ് ലെസൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻ എന്നുള്ള ലെസൺ, അതിൻ്റെ 6ാമത്തെ വീഡിയോ. നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്താണെന്ന് നോക്കാം. 3 ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താ, ദെൻ എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ആ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഓരോ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലേ, ഫസ്റ്റ് സ്റ്റാക്ക് പഠിച്ചു, ദെൻ ക്യൂ അല്ലേ, ലാസ്റ്റ് വീഡിയോയിൽ ക്യൂ കണ്ടു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കണ്ടു, ദെൻ അതിൻ്റെ ഓപ്പറേഷൻസ് കണ്ടു. അതേപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് മൂന്നുമാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ലെസണിൽ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 3ാമത്തെ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതെന്താ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ്, ദെൻ അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ടോപ്പിക്കാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലേ, നമ്മൾ പറഞ്ഞു എന്താ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം എന്താ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തുണ്ട്, കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലേ. പക്ഷേ കളക്ഷൻ ഓഫ് ഡാറ്റനെ നമ്മൾ പർട്ടിക്കുലർ വേയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണല്ലോ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണെന്ന് പറയാം അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ സ്റ്റാക്കും ക്യൂവും മുന്നേ 2 ഡാറ്റ സ്ട്രക്ചർ കണ്ടു അല്ലേ. അതിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാക്കും ക്യൂവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഇൻ സൈസാണ് അല്ലേ. സ്റ്റാക്കിൽ കൊള്ളുന്ന എലമെൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്, ക്യൂവിൽ കൊള്ളുന്ന എലമെൻസിനും ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ സൈസ് അല്ലേ. നമ്പർ ഓഫ് എലമെൻറ്റ്സ്, പർട്ടിക്കുലർ നമ്പർ ഓഫ് എലമെൻസിനെ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത് അല്ലേ, സ്റ്റാക്കും ക്യൂവും. അപ്പോൾ നമുക്ക് പറയാം എന്താ സ്റ്റാക്ക് ആൻഡ് ക്യൂ അല്ലേ, അറേ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ അല്ലേ. എന്താ സ്റ്റാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പർട്ടിക്കുലർ അല്ലേ ഇത്ര എലമെൻസിനെ കൊള്ളുന്ന ഒരു അറേ അല്ലെങ്കിൽ ഇത്ര എലമെൻസിനെ കൊള്ളുന്ന ഒരു സ്റ്റാക്കാണ് ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് മീൻ ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞു. എന്താ സ്റ്റാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്പെൻഡിങ് ഓൺ മെമ്മറി അലോക്കേഷൻ അല്ലേ, ഡാറ്റ സ്ട്രക്ചേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പം നമ്മൾ സ്റ്റാക്കും ക്യൂവും എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ അല്ലേ. അതായത് അതിന് മെമ്മറിയും എക്സിക്യൂഷന് മുന്നേ തന്നെ, പ്രോഗ്രാം എക്സിക്യൂഷന് മുന്നേ തന്നെ അതിന് മെമ്മറി അലോക്കേറ്റഡ്, ദാറ്റ് മീൻസ് ഫിക്സ്ഡ് ആണ് അല്ലേ. അതിന് നമുക്ക് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനിൽ ഇപ്പോൾ നമുക്ക് വേറെ കുറച്ച് എലമെൻസിനെയും കൂടി സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ മെമ്മറി ഫിക്സ്ഡ് ആണ്, നമുക്ക് ചേഞ്ചിങ് പറ്റില്ല. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. അപ്പോൾ സ്റ്റാക്കും ക്യൂവും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റിക് ഇൻ നേച്ചറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഐറ്റംസ് തന്നെയാണ്, കളക്ഷൻ ഓഫ് ഡാറ്റ തന്നെയാണ്. ബട്ട് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ട് ദർ ഈസ് നോ ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് ഐറ്റംസ്. അതായത് അതിൽ കൊള്ളുന്ന ഡാറ്റയ്ക്ക് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ലിമിറ്റ് ഇല്ല, പർട്ടിക്കുലർ ലിമിറ്റ് ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാറ്റിക് അല്ല, ദേ ആർ ഡൈനാമിക് ഇൻ നേച്ചർ അല്ലേ. എന്താ ഡൈനാമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി അലോക്കേഷൻ അല്ലേ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലേ. പ്രോഗ്രാം എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ടൈമിലാണ് അതിന് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡാറ്റ ഐറ്റംസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് കനോട്ട് ബി അലോക്കേറ്റഡ് അഡ്വാൻസ്, മെമ്മറി കനോട്ട് ബി അലോക്കേറ്റഡ് അഡ്വാൻസ് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യില്ലേ ഇതിന്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ. പക്ഷേ സ്റ്റാക്കും ക്യൂ അങ്ങനെയല്ലായിരുന്നു, ദേ ആർ സ്റ്റാറ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി അഡ്വാൻസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്, നോ ലിമിറ്റ് ഇൻ ദ നമ്പർ ഓഫ് ഐറ്റംസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ദേ ആർ ഡൈനാമിക് ഇൻ നേച്ചർ. ഓക്കെ, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഇനി നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്ക് ക്യൂ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് അതിലെ എലമെൻറ്റ്സ് ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ മാനറിലായിരിക്കും എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാക്കും ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അറേ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലീനിയർ അല്ല, ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് അതിലെ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. പക്ഷേ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ ലിങ്ക്ഡ് ലിസ്റ്റും. പക്ഷേ ഇതിലെ എലമെൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാറ്റേർഡ് ആണ്. ദാറ്റ് മീൻസ് അവിടെ ഇവിടെ ആയിട്ടാണ്, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കണ പോലെ തന്നെയാണ്. പക്ഷെ അപ്പോൾ അതെങ്ങനെയാണ് ലീനിയർ ആണെന്ന് പറയാം നമ്മൾ അല്ലേ. എലമെൻറ്റ്സ് ഇങ്ങനെ മീൻസ് ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓരോ ഡാറ്റ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് മെമ്മറിയിൽ കിടക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അതിനെ പിന്നെ ലീനിയർ ആണെന്ന് നമ്മൾ പറയാം.
അതായത് അതിനപ്പം നമ്മൾ മെമ്മറിയിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആണെങ്കിലും അതെന്താ ലിങ്ക്ഡ് വിത്ത് പോയിന്റേഴ്സ്. ഓരോ ഡാറ്റേനെയും നമ്മളെന്താ പോയിന്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു ലീനിയർ മാനറിൽ തന്നെയായിരിക്കും അതും പോകണ്ടായിരിക്കുക. പക്ഷേ എവിടെ എങ്ങനെ അതിനെ നമ്മളെന്താ ലിങ്ക് ചെയ്യുന്നുണ്ട് യൂസിങ് പോയിന്റേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ എലമെൻറ്റ്സ് എന്താ ലീനിയർ ആയിട്ടല്ല, എലമെൻറ്റ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആണ് മെമ്മറിയിൽ. പക്ഷെ നമ്മളെന്താ ഓരോ എലമെൻറ്റിനും നമ്മളെന്താ അല്ലേ ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചറിലെ എലമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് എന്താ അതിലുള്ള എലമെൻറ്റ്സിനെ നമുക്കിങ്ങനെ ആക്സസ് ചെയ്ത് പോകണം, വേണ്ടേ? ആക്സസ് ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ അത് നമ്മളെന്താ സ്കാറ്റേഡ് ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് എന്താ 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യാം. എങ്ങനെ? അതായത് അത് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഡാറ്റേനെയും നമ്മളെന്താ പല പല സ്ഥലങ്ങളിലാണെങ്കിലും അതിനെ നമ്മൾ പെർട്ടിക്കുലർ വേയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും യൂസിങ് പോയിന്റേഴ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത്. അതായത് സ്റ്റാക്കും ക്യൂവും വെച്ച് നമ്മൾ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ആയിരുന്നു. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഡാറ്റയ്ക്ക് നോ ലിമിറ്റാണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് അല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്താ മെമ്മറി അഡ്വാൻസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യില്ല. സോ they are dynamic data structure. That means linked list is dynamic data structure. Okay, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ എലമെൻറ്റ്സ് സ്കാറ്റേഡ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം മെമ്മറിയിൽ, പല പല ലൊക്കേഷനുകളിലായിരിക്കും. പക്ഷെ നമുക്ക് എന്താ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയുന്നുണ്ടല്ലേ. അതപ്പോൾ നമുക്ക് അതിനെന്താ ഒരു ലീനിയർ ഫോമിൽ അതിൽ ആ ഡാറ്റ സ്ട്രക്ചർ പല പല സ്ഥലത്താണെങ്കിൽ നമുക്ക് എന്താ അതിനെ ഒരു മാനറിൽ നമുക്ക് ആക്സസ് ചെയ്യണം അല്ലേ. അതായത് ഒരു ലീനിയർ മാനറിൽ തന്നെ 1 by 1 ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എലമെൻറ്റും ലിങ്ക് വിത്ത് എ പോയിന്റർ, ലിങ്ക്ഡ് വിത്ത് എ പോയിന്റർ. അപ്പോൾ ഓരോ എലമെൻറ്റും നമ്മളെന്താ ഒരു പെർട്ടിക്കുലർ ലിങ്ക്, അതായത് പോയിന്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് എലമെൻറ്റ്സിന് നമുക്ക് ലീനിയർ മാനറിൽ നമുക്ക് കിട്ടണമെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയത്. ഇനി നമ്മൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ പോയിന്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എലമെൻസിനെ ലിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിക്കുന്നതാണ് ഈ പോയിന്റർ എന്നുള്ളൊരു കൺസെപ്റ്റ്. എന്തായിരുന്നു പോയിന്റർ? വാട്ട് ഈസ് എ പോയിന്റർ അല്ലേ. നമുക്കറിയാം പോയിന്റർ ഈസ് എ വേരിയബിൾ. ഒരു വേരിയബിൾ ആണ് പോയിന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതെന്താ സാധാ വേരിയബിൾ പോലെയാണോ? അല്ല അല്ലേ. സാധാ വേരിയബിൾ കണ്ടെയ്ൻസ് വാല്യൂ അല്ലേ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് വേരിയബിളിൽ ഉണ്ടായിരിക്കുക. പക്ഷെ പോയിന്റർ വേരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. ഒരു മെമ്മറി ലൊക്കേഷൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേരിയബിൾസ്, അതാണ് എന്ത് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പോയിന്റേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓരോ എലമെൻറ്റിനും എന്തുണ്ടായിരിക്കും മെമ്മറിയിൽ, എന്തുണ്ടായിരിക്കും മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. ആ മെമ്മറി അഡ്രസ്സ് വെച്ചിട്ട് ഓരോന്നിനും നമ്മൾ എന്താ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പോയിന്ററിന്റെ കൺസെപ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് അപ്പോൾ ഈ പോയിന്റേഴ്സിന്റെ കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് പറയാം. അതിൽ നമ്മൾ എന്താ കളക്ഷൻ ഓഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു നോഡ് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും, ഒരു നോഡിന് 2 പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കളക്ഷൻ ഓഫ് നോഡ്സ് ആണ് എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നു. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റിന് 2 പാർട്ട് ഉണ്ട്, ഹാവ് 2 പാർട്സ്. വൺ ഈസ് ഡാറ്റ, ദാറ്റ് മീൻസ് ആക്ച്വൽ ഡാറ്റ, നമ്മളുടെ ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്താണോ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ എലമെൻസിനെ നമ്മൾ എന്താ ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓരോ എലമെൻറ്റിന് ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിങ്ക് പോയിന്റർ, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും. ആ ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോയിന്റർ. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും ആ പോയിന്റർ, ദാറ്റ് പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അതായത് പോയിന്റർ എന്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു, വേറൊരു നോഡിലേക്ക്. ആ നോഡിൽ എന്തുണ്ടായിരിക്കും, ഒരു ഡാറ്റയും ഒരു ലിങ്ക് പാർട്ടും ഉണ്ടായിരിക്കും അല്ലേ. ദെൻ ആ നോഡിൽ ഡാറ്റ ഉണ്ടായിരിക്കും, ആ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു ഇതാണ് പറയുന്നത്, നോഡ്സ് വെച്ചിട്ട്. അതായത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് പറഞ്ഞു. ആ നോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ലിങ്ക് പാർട്ട് ഉണ്ട്, ഡാറ്റ പാർട്ട് ഉണ്ട്. ഡാറ്റ പാർട്ടിലാണ് നമ്മൾ എന്ത് ആക്ച്വൽ ഡാറ്റ, ആ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഈ ഡാറ്റ പാർട്ടിൽ ഉണ്ടാവുക. ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു പാർട്ടുണ്ട്, അതെന്താ, ലിങ്ക് പാർട്ട് ഈസ് എ പോയിന്റർ എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ക്ലിയർ ആയ. ദെൻ ഇനി നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ നോഡുകളുടെ കളക്ഷനാന്ന് പറഞ്ഞു അല്ലേ. ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ നോഡുകൾ, കുറേ നോഡുകളുടെ കളക്ഷൻ അല്ലേ. അതിൽ ഫസ്റ്റ് നോഡ് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ. സെക്കൻഡ് നോഡ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നോഡ് കിട്ടണ്ടേ അല്ലേ. ഡാറ്റ ഒരു ലിസ്റ്റാന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ ലിങ്ക് ചെയ്ത് പോണ ഒരു ലിസ്റ്റ്, അതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോഡിനെ വേണ്ടേ. ആ ഫസ്റ്റ് നോഡ് എന്താ കിട്ടുക, ഫസ്റ്റ് നോഡിൽ ഫസ്റ്റ് ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടായിരിക്കും, ലിങ്കും ഉണ്ടായിരിക്കും ഇല്ലേ. രണ്ട് പാട്ടുണ്ട്. ഒരെണ്ണത്തിൽ എന്താ ഫസ്റ്റ് നോഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഫസ്റ്റ് ഡാറ്റ ഉണ്ടായിരിക്കും, അത് പിന്നെ എന്തുണ്ടായിരിക്കും, സെക്കൻഡ് നോഡിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടായിരിക്കും. അങ്ങനെ പോവത്. ഇനി നമുക്കപ്പോൾ ഫസ്റ്റ് നോഡ് കിട്ടണം അല്ലേ, വേണ്ടേ. ഫസ്റ്റ് നോഡ് എവിടെ നിന്ന് കിട്ടും, ഫസ്റ്റ് നോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോഡ് കിട്ടിയാലല്ലേ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അല്ലേ. ഫസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ആ നോഡിൻ്റെ നമുക്ക് അഡ്രസ്സ് കിട്ടണം, അതിന് എവിടെയോ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ഇല്ലേ, എന്നാലേ നമുക്ക് ഫസ്റ്റ് നോഡിൽ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നോഡ് എവിടെ നിന്ന് കിട്ടും, ഫസ്റ്റ് നോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോയിന്റർ യൂസ് ചെയ്യുന്നത്, അതാണ് എന്ത്, സ്റ്റാർട്ട് ഓർ ഹെഡർ പോയിന്റർ. സ്റ്റാർട്ട് എന്നും പറയാം നമുക്ക്, അല്ലെങ്കിൽ ഹെഡർ പോയിന്റർ എന്നും പറയാം, അല്ലെങ്കിൽ ഹെഡ്. നമ്മൾ കുറേ സ്ഥലത്ത് ഹെഡ് എന്ന് കാണും, സ്റ്റാർട്ട് എന്ന് കാണും, അതൊക്കെ ഒന്ന് തന്നെയാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് അല്ലേ. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ കുറേ നോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ലിങ്കുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും, നോഡുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് നോഡിൻ്റെ ഒരു അഡ്രസ്സ് കിട്ടണ്ട നമുക്ക്, എന്നാലല്ല ആ ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്നറിയുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് നോഡിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ് എന്ത്, സ്റ്റാർട്ട് ഓർ ഹെഡർ. ഓക്കെ, ഇനി നമ്മളിങ്ങനെ പോകണമല്ലേ. അപ്പോൾ സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാർട്ട് പോയിന്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് നോഡിനെ കിട്ടും അല്ലേ. ഫസ്റ്റ് നോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, നെക്സ്റ്റ് നോഡിനെ കിട്ടും ഇല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും, നെക്സ്റ്റ് സെക്കൻഡ് നോഡിൻ്റെ എന്തുണ്ടായിരിക്കും, അഡ്രസ് പാർട്ട് ഉണ്ടായിരിക്കും. സെക്കൻഡ് നോഡിൽ എന്തുണ്ടായിരിക്കും, സെക്കൻഡ് നോഡിൽ ഡാറ്റ ഉണ്ടായിരിക്കും, ദെൻ തേർഡ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ പോകും അല്ലേ. ഇങ്ങനെ പോയിട്ട് നമ്മൾ ലാസ്റ്റ് നോഡ് എത്തിയെന്ന് വിചാരിക്കും അങ്ങനെ. അപ്പോൾ അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡായി എന്ന് വിചാരിക്കുക അല്ലേ. ലാസ്റ്റ് നോഡാന്ന് കാണിക്കാൻ എന്ത് വേണം, അപ്പോൾ നമുക്ക് അതായത് ലാസ്റ്റ് നോഡിൽ ഒരു നോഡിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഡാറ്റ ഉണ്ടായിരിക്കും, പോയിന്ററും ഉണ്ടായിരിക്കും, ലിങ്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലാസ്റ്റ് നോഡിൽ എന്തായിരിക്കും, ഒരു ഡാറ്റ ഉണ്ടായിരിക്കും എന്തായാലും, അതിലുറപ്പ് മീൻസ് അതിൽ ഡൗട്ടൊന്നുമില്ല, ഡാറ്റ ഉണ്ടായിരിക്കും. ഒരു നോഡിൽ എന്തായാലും ഒരു ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെ എന്താ ലിങ്ക് ഉണ്ടായിരിക്കും. പക്ഷെ ലാസ്റ്റ് നോഡാണെന്നുണ്ടെങ്കിൽ പിന്നെ ലിങ്കിൻ്റെ ആവശ്യമുണ്ട് അവിടെ, മീൻസ് ലിങ്ക് പാർട്ട് പിന്നെ വേറെ ഒന്നിലേക്കും ലിങ്ക് ചെയ്യണ്ട, പോയിന്റ് ചെയ്യണ്ട അല്ലേ, അഡ്രസ്സ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നോഡിൽ എന്തായിരിക്കും അതിൻ്റെ ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൾ പോയിന്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താ, അത് വേറൊരുത്തിലേക്കും നോവർ ടു പോയിന്റ്, ഒരുത്തിലേക്കും എന്താ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യില്ല, നോവർ ടു ലിങ്ക് അല്ലേ. ഒരുത്തിലേക്കും പോയിന്റ് ചെയ്യില്ല, ഒരുത്തിലേക്കും ലിങ്ക് ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് അല്ലെങ്കിൽ ലിങ്ക് പാർട്ടിൽ നൾ പോയിന്റർ ആയിരിക്കും, നൾ വാല്യൂ ആയിരിക്കും. നൾ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അല്ലേ. നൾ വാല്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് നൾ വാല്യൂസ് എന്താണെന്നുള്ളത്. ഒരു ഒറ്റ വാല്യൂസും ഇല്ല അല്ലേ. അതായത് പോയിന്റർ നള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുത്തിലേക്കും അഡ്രസ്സ് ചെയ്യണില്ല, ലിങ്ക് ചെയ്യണില്ല എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് നോഡ് എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്ററിലുണ്ടായിരിക്കും അല്ലേ. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിലുണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും, ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ലിങ്ക് പാർട്ട് എന്താവും എന്ന് പറഞ്ഞു, ലിങ്ക് പാർട്ട് നൾ പോയിന്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് ദ പോയിന്റർ നോട്ട് പോയിന്റ്സ് ടു നോവർ, അതായത് ഒരുത്തിലേക്കും അതെന്താ ലിങ്ക് ചെയ്യണില്ല എന്ന്, ലാസ്റ്റ് നോഡ്. അതുകൊണ്ടാണ് അതിനെ ലാസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നോഡാന്ന് നമുക്ക് കാണണം അല്ലേ, അറിയണം. അതായത് അതിന് ഇനി വേറൊരു ലിങ്ക് വരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ പാർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ലിങ്ക് പാർട്ട് നമ്മൾ എന്താക്കും, നൾ പോയിന്റർ ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇനി നമ്മൾ എന്താ ഇങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താന്നുള്ളത് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്താന്നുള്ളൊരു ഡെഫിനിഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ല മീൻസ് അതിൻ്റെ ഇതാണ് പറഞ്ഞത്. ഇതാണ് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാം. ഫസ്റ്റ് എന്താ, ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രാവേഴ്സിംഗ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ഡെലീഷൻ ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഈ 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട്
ചെയ്യാൻ പറ്റണം. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് കണ്ടു അല്ലേ? ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന കൺസെപ്റ്റ് കണ്ടു. ദെൻ അതിനെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് കണ്ടു. അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായി വാച്ച് ചെയ്യുക, നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നമ്മൾ ഈ പിക്ചർ ഒന്ന് നോക്കി നോക്കിയേ. നമ്മൾ ഈ പിക്ചറിൽ എന്താ കാണുന്നത്? കുറേ നോഡുകൾ കാണുന്നുണ്ട് അല്ലേ? നോഡ് 1, നോഡ് 2, നോഡ് 3. അതായത് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പിക്ചോറിയലി പറയാൻ പോവാണ്. മീൻസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പിക്ചോറിയലി പറയാൻ പോകുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു എന്താ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് പറഞ്ഞു. ഓരോ നോഡിലും എന്തുണ്ടാവും എന്ന് പറഞ്ഞു? ഒരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? ഡാറ്റ പാർട്ടിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഉണ്ടായിരിക്കുക. ലിങ്ക് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ പോയിന്റർ അല്ലേ? ദാറ്റ് പോയിന്റ്സ് ടു or that contains the address of നെക്സ്റ്റ് നോഡ്. അടുത്ത നോഡിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ സംഭവം ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ? കുറേ നോഡ് 1, നോഡ് 2, നോഡ് 3 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഓരോ നോഡിനും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ? ഡാറ്റ പാർട്ടുണ്ട്, ദെൻ മെമ്മറി അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ് അല്ലേ? മെമ്മറി അഡ്രസ് ഓഫ് അടുത്ത നോഡിന്റെ മെമ്മറി അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മെമ്മറി അഡ്രസ് എന്ത് ചെയ്യുന്നിട്ട് നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യും. അതാണ് ഇവിടെ എന്താ ഈ ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് അതല്ലേ? അപ്പോൾ ആ പർട്ടിക്കുലർ അഡ്രസ്സ് എവിടെയാണോ അതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ആ പോയിന്റർ. ഓക്കെ, അപ്പോൾ ആ നോഡിലും എന്തുണ്ടായിരിക്കും? 2 പാർട്ട് ഉണ്ടായിരിക്കും ഇല്ലേ? ആ നോഡിലും എന്തുണ്ട്? നോഡ് 2, അതായത് നോഡ് 2ലും എന്തുണ്ട്? ഡാറ്റ പാർട്ടും ഉണ്ട്, ദെൻ എന്തുണ്ട്? മെമ്മറി അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. വേറെ മെമ്മറി അഡ്രസ് ഉണ്ടായിരിക്കും എന്തിൻ്റെ? നെക്സ്റ്റ് നോഡിന്റെ. ദെൻ നോഡ് 3 അല്ലേ? ആ മെമ്മറി അഡ്രസ് എവിടെയാണോ അതിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കും അല്ലേ? അപ്പോൾ എന്തുണ്ടായിരിക്കും? നെക്സ്റ്റ് നോഡിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നെക്സ്റ്റ് നോഡിലും എന്തുണ്ടായിരിക്കും? ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ദെൻ എന്തുണ്ടായിരിക്കും? ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു എന്താ? ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിൽ എന്തായിരിക്കുന്നത്? ലിങ്ക് പാർട്ട് നള്ളായിരിക്കും അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ലിസ്റ്റ് എൻ്റെ ആയിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കേട്ടോ? ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, പക്ഷേ ലിങ്ക് പാർട്ട് നള്ളാണ്. അതുകൊണ്ട് തന്നെ എന്താ? വേറൊരിടത്തേക്കും അത് നോവർ ടു പോയിന്റ് അല്ലേ? വേറൊരിടത്തേക്കും അത് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇനി അതിൽ നമ്മൾ ഡാറ്റ കൊടുത്തിട്ട് അതിന് മെമ്മറി അഡ്രസ്സ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോഡ് 1 അല്ലേ? കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നോഡുകൾ ഉണ്ടായിരിക്കും. നോഡ് 1ൽ ഡാറ്റ എന്താ? 15 എന്ന് പറഞ്ഞൊരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു അല്ലേ? ദെൻ അതിന്റെ ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു 2000 എന്ന് പറഞ്ഞൊരു വാല്യൂ അല്ലേ? ഈ 2000 എന്ന് പറഞ്ഞ വാല്യൂ മീൻസ് മെമ്മറി അഡ്രസ്സ് എവിടെയാണോ അവിടേക്കാണ് നെക്സ്റ്റ് പോയിന്റ് ചെയ്ത് നിൽക്കുക. അതായത് നമ്മൾ പറഞ്ഞു അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡാന്ന് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സാണ് എന്ത്? അതിന്റെ ലിങ്ക് പാർട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2000 എന്ന് കാണുന്നുണ്ടാവും. ഈ 2000 എന്ന് പറഞ്ഞത് എന്താ? വേറൊരു നോഡാണ് അല്ലേ? അതിലെന്തുണ്ട്? 20 എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്. ദെൻ അതിന്റെ അഡ്രസ് പാർട്ടിൽ എന്തുണ്ട്? 3000 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് ഉണ്ട് അല്ലേ? ഈ അഡ്രസ്സ് എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? അഗെയിൻ ഇറ്റ് ഈസ് ആൻ അനദർ നോഡ് അല്ലേ? അതിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതിലെന്തുണ്ട്? 25 എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്. ദെൻ എന്തായി? അതിന്റെ ലിങ്ക് പാർട്ട് നള്ളാണ്. ദാറ്റ് മീൻസ് ഇതാണ് ലാസ്റ്റ് നോഡ്. ഇനി അങ്ങോട്ട് അല്ലേ ലിങ്കിങ് ഇല്ല, പോയിന്റിങ് ഇല്ല എന്ന് കാണിക്കാൻ എന്തായി? നോഡ് 2ന്റെ ലിങ്ക് പാർട്ടിൽ നമ്മൾ നള്ളായിട്ട് നൾ പോയിന്റർ ആയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു. പിക്ചർ കണ്ടപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി നമ്മൾ എന്താണ് അടുത്തൊരു ഇത് നോക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ? ഒരു നോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാർട്ട് ഉണ്ട് അല്ലേ? ഡാറ്റ പാർട്ട് ആൻഡ് അഡ്രസ് പാർട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഡാറ്റ പാർട്ട്, അഡ്രസ് പാർട്ട്. ദെൻ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് കണക്ഷൻ വരുന്നുണ്ട് അല്ലേ? ലിങ്ക് വരുന്നുണ്ട്. അതെങ്ങനെയാ? അതായത് ഫസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും? സെക്കൻഡ് നോഡിന്റെ അഡ്രസ്സ്. സെക്കൻഡ് നോഡിൽ എന്തുണ്ടായിരിക്കും? തേർഡ് നോഡിന്റെ അഡ്രസ്സ്. തേർഡ് നോഡിൽ എന്തുണ്ടായിരിക്കും? ഫോർത്തിന്റെ അല്ലേ? ദെൻ ലാസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും? ലാസ്റ്റ് നോഡാണെങ്കിൽ നൾ പോയിന്റർ അല്ലേ? വേറൊരുത്തിലേക്കും അത് പോയിന്റ് ചെയ്യണില്ല. ക്ലിയർ ആയി മനസ്സിലായിണ്ടാവും പിക്ചർ. ഇനി നെക്സ്റ്റ് നോക്ക്, വേറൊരു ഇത് അല്ലേ? വേറൊരു എന്താ? ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ. ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിലും നമ്മൾ പറഞ്ഞു ഡാറ്റ പാർട്ട് ഉണ്ട്, പിന്നെ നെക്സ്റ്റ് അല്ലേ? നെക്സ്റ്റ് നോഡിലേക്കുള്ള ഒരു ലിങ്ക് ഉണ്ട് അല്ലേ? അതിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് എവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്ററിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ പോയിന്ററിലാണ് എന്ത്? പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിൽ. അതാണ് ഇവിടെ കണ്ട ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ എന്തിലേക്ക്? ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നോഡ് കിട്ടിയെങ്കിൽ പിന്നെ എന്താ? നമുക്ക് നെക്സ്റ്റ് നോഡ് ആ ലിങ്ക്ഡ് ലിസ്റ്റിന് നമുക്ക് പിന്നെ കിട്ടും ഇല്ലേ? അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ എന്തിലേക്ക്? ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കണു. ദെൻ ഫസ്റ്റ് നോഡിലെ ഡാറ്റയാണ് എ എന്ന് പറഞ്ഞത് അല്ലേ? അതിന്റെ ലിങ്ക് പാർട്ടിൽ എന്തുണ്ടായിരിക്കും? നെക്സ്റ്റ് നോഡ് എന്താണോ അതിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ബി എന്ന് പറഞ്ഞതാണ് നെക്സ്റ്റ് നോഡ്. നെക്സ്റ്റ് മീൻസ് രണ്ടാമത്തെ നോഡ് അതിന്റെ ഡാറ്റയാണ് എന്ത്? ബി എന്ന് പറഞ്ഞത്. ദെൻ അതിലെന്തുണ്ടായിരിക്കും?
മൂന്നാമത്തെ നോഡിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് നോഡാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു നൾ വാല്യൂ ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡാണ് അല്ലെ, ആ ഡാറ്റ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡാണ്. ഇനി അതൊരുത്തിരിക്കും പോയിന്റ് ചെയ്യണില്ല, ലാസ്റ്റ് നോഡായി എന്ന് മനസ്സിലാവും. പിക്ചറുകൾ കണ്ടപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇതന്നെ കുറച്ചുകൂടെ ഒന്നും കൂടെ ക്ലിയർ ആവുന്ന വിധത്തിൽ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് എവിടെ ഉണ്ടാവും, ഹെഡിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. അതാണ് എന്ത് ഹെഡ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞത്. അതിലേക്ക് എന്ത് കൊടുക്കും, നമ്മുടെ ഫസ്റ്റ് നോഡ് എന്താണോ അതിന്റെ അഡ്രസ്സ് അല്ലെ. ഫസ്റ്റ് നോഡിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ അഡ്രസ്സ് ആയിരിക്കും എന്ത് ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്ററിൽ ഉണ്ടായിരിക്കുക. ദെൻ ഇനി എന്ത് ഇങ്ങനെ അല്ലെ, ഡാറ്റിന്റെ ആയിരിക്കും നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും ഡാറ്റ, ദെൻ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ്. അങ്ങനെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താവും, നൾ പോയിന്ററിൽ അല്ലെ, നള്ളായിട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റ സ്ട്രക്ചറിന്റെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡായിന്ന് മനസ്സിലാവും, ലാസ്റ്റ് നോഡാന്ന് മനസ്സിലാവും. ഓക്കെ, ദെൻ ഇനി നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പിക്ചോറിയൽ പറയുകയാണ് അല്ലെ. ഹെഡ് നോക്കാം, ഫസ്റ്റ് നോഡ് എന്താന്ന് പറഞ്ഞു, ഹെഡ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്ററിൽ ഉണ്ടായിരിക്കും. നോക്കാം ഇവിടെ എത്രയാ, ഹെഡ് എന്ന് പറഞ്ഞതിൽ എത്രയുണ്ട് അല്ലെ, 3200. ആ ഒരു അഡ്രസ്സ് കാണുന്നുണ്ട് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞതിൽ. അത് എന്തിലേക്ക് പോയിന്റ് നിൽക്കണു കണ്ട, ഈ 3200 എന്ന് പറഞ്ഞ ലൊക്കേഷൻ അഡ്രസ്സ് എവിടെയാണോ അവിടേക്ക് ഇപ്പോൾ ഫസ്റ്റ് തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലെന്തുണ്ട്, അതിന്റെ ഡാറ്റ അല്ലെങ്കിൽ കണ്ടന്റ് ആണ് എന്ത് 15 അല്ലേ. ദെൻ അതിന്റെ ലിങ്ക് പാർട്ടിൽ എന്താ വേറൊരു അഡ്രസ്സ് കാണുന്നുണ്ട് അല്ലെ, അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്. അത് എത്രയാ 3600. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ പോയിന്റർ, ഈ ലിങ്ക് എന്ന് പറഞ്ഞ പോയിന്റർ ഈ 3600 എന്ന് പറഞ്ഞ അഡ്രസ്സ് മെമ്മറിയിൽ എവിടെയാണോ അവിടേക്ക് അങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും, അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും അല്ലെ. അപ്പൊ 3600 എന്ന് പറഞ്ഞ നോഡിനെ കിട്ടി, അതിലെന്താ അതിലൊരു ഡാറ്റ ഉണ്ട് അല്ലെ. ദെൻ അതിന്റെ ലിങ്ക് ഇനി എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്, ഒരു 4000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നു അല്ലെ. ദെൻ അതിനെ അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു അല്ലെ. നമ്മൾ പറഞ്ഞു എന്താ, ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെന്റ്സ് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുക അല്ലെ. സ്കാറ്റേർഡ് അവിടെ ഇവിടേക്ക് ആയിട്ടായിരിക്കും മെമ്മറിയിൽ കിടക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ, ബൈ യൂസിങ് പോയിന്റർ. നമ്മൾ പറഞ്ഞു ഇല്ലേ, ആ പോയിന്റർ ആണ് എന്ത് ഇവിടെ ഓരോ നോഡിലെയും ലിങ്ക് പാർട്ട്. അപ്പോൾ ഈ ലിങ്ക് പാർട്ട് വെച്ചിട്ടല്ലേ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോണത്. ദെൻ ലാസ്റ്റ് എന്തായി, നമ്മൾക്ക് എന്താ ഒരു ഡാറ്റ പാർട്ട് കിട്ടി. ദെൻ അതിന്റെ പോയിന്റർ എന്താണ്, നൾ എന്ന് പറഞ്ഞ വാല്യൂ അല്ലെ. ദാറ്റ് മീൻസ് എന്താ, ലാസ്റ്റ് നോഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് പോയിന്റ് ടു നൾ അല്ലെ. നള്ളാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇനി വേറൊരു നോഡുകളില്ല, ഇതാണ് എന്ത് ആ ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡ് എന്നുള്ളത് മനസ്സിലായി, ക്ലിയർ ആയി. ഇനി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോണതാണ് എന്ത്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാക്കിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കണ്ടു, ക്യൂവിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കണ്ടു അല്ലെ. സ്റ്റാക്കിനും ക്യൂവിനും നമ്മൾ എങ്ങനെയായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്, അറേ യൂസ് ചെയ്തിട്ടായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. അതേപോലെ നമുക്ക് എന്തായാലും ലിങ്ക്ഡ് ലിസ്റ്റിന് നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റിനെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, കളക്ഷൻ ഓഫ് നോഡ്സ് ആന്ന് പറഞ്ഞു അല്ലെ. ഇനി ഈ കളക്ഷൻ ഓഫ് നോഡ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് 2 ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. അതായത് ഒരു നോഡിന് 2 പാർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ലിങ്ക് പാർട്ടും ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, 2 ടൈപ്പ് ഡാറ്റേനെ കൊള്ളണം അല്ലെ. 2 ടൈപ്പ് ഡാറ്റ ഒരു നോഡിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഒരു ആക്ച്വൽ ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെന്താ ഒരു പോയിന്റർ ഉണ്ടായിരിക്കും അല്ലെ എന്തിലേക്ക്, അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താ, ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കണം. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. അതായത് സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ലിങ്ക്ഡ് ലിസ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം. എന്താ, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ലേ. നമ്മൾ അറേ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അറേ എന്താന്ന് കണ്ടു, ഇപ്പോൾ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ഫസ്റ്റ് ലെസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അറേ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. അതായത് ഒരു യൂസർ നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് എന്ത് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. അതിലെന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രക്ചറിൽ എന്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റേനെ ആയിരിക്കും അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അറേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലേ. ഒരു ഇൻറ്റീജർ അറേ ആണെങ്കിൽ അതിൽ ഇൻറ്റീജർ നമ്പേഴ്സിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ബട്ട് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
ഡാറ്റ. പല ടൈപ്പിലുള്ള ഡാറ്റയാണ് നമുക്ക് എന്തിൽ സ്ട്രക്ചറിൽ കണ്ടെയ്ൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലെസണിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരിക്കും. എംപ്ലോയി സ്ട്രക്ചർ ഉണ്ടാക്കി, സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി അല്ലേ. അതിലൊക്കെ എന്താ ചെയ്യുന്നത്, ഒരുപാട് ടൈപ്പിലുള്ള ഡാറ്റയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ നമ്മളെന്താ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞെന്താ അതിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ മെയിനായിട്ട് 2 ടൈപ്പിലുള്ള ഡാറ്റ വരും എന്ന് പറഞ്ഞു അല്ലേ. ഒരു 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു ആക്ച്വൽ ഡാറ്റ ഉണ്ടായിരിക്കും, ദെൻ ഒരു പോയിന്ററും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എന്താണെന്ന് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രക്ചറിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് അല്ലേ. സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ സ്ട്രക്ചറിൻ്റെ നെയിം കൊടുക്കണം നമുക്ക്. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു അല്ലേ. ദെൻ വിത്തിൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ആ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ കൊടുക്കുന്നത് അല്ലേ. ഇവിടെ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, ഇൻഡ്, ഏജ്, ക്യാരക്ടർ, നെയിം അല്ലേ. ഒരു ഇൻറ്റീജർ ഡാറ്റ ഉണ്ട്, ഒരു ക്യാരക്ടർ ഡാറ്റ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ സ്ട്രക്ചർ എൻഡ് വിത്ത് സെമി കോളം അല്ലേ. സ്ട്രക്ചറിന് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെമി കോളം വെച്ചിട്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഡാറ്റേനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ബൈ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ അല്ലേ. ഒരു ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഡാറ്റേനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യുന്നത്, നമ്മൾക്ക് എന്താ സ്ട്രക്റ്റ് അല്ലേ. സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ്, സ്ട്രക്ചറാന്ന് കാണിക്കാൻ വേണ്ടി സ്ട്രക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ സ്ട്രക്ചർ നെയിം, ദെൻ എന്ത് ചെയ്യുക സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. സ്റ്റുഡൻറ്റ് S1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഒരു സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാക്കി. ദെൻ ആ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് കറസ്പോണ്ടിങ് ഡാറ്റ. അങ്ങനെയാണ് നമ്മൾ എന്ത് ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചർ ഉണ്ട് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചു, ദെൻ അതിൻ്റെ ഉള്ളിലത്തെ എലമെൻസിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, സ്ട്രക്ചറിന് ഒരു വേരിയബിൾ വേണം. ആ വേരിയബിൾ ഡോട്ട് വാല്യൂ, വേരിയബിൾ ഡോട്ട് ഡാറ്റ, അങ്ങനെയാണ് നമ്മൾ എന്ത് ആക്സസ് ചെയ്യുക. അതായത് S1 ഡോട്ട് ഏജ് അല്ലേ. ഈ ഏജ് എന്ന് പറഞ്ഞത് എന്താ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ അല്ലേ. അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ വേരിയബിളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സ്ട്രക്ചർ വേരിയബിൾ വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ എലമെൻസിനൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ, എംപ്ലോയിയുടെ സ്ട്രക്ചർ, സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ചെയ്തിട്ട് പ്രോഗ്രാം എഴുതലും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ഇംപ്ലിമെൻ്റ് അതായത് ലിങ്ക്ഡ് ലിസ്റ്റിന് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെൻറ്റ് ഈസ് എ പോയിൻ്റർ ടു ദ സെയിം സ്ട്രക്ചർ. സെൽഫ് റെഫറൻസ് അല്ലേ. അതായത് ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുക, വേറൊരു സെയിം അതേപോലെ തന്നെ വേറൊരു സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിൽ എന്താ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റാസ് പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മളൊരു സ്ട്രക്ചർ നോഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രക്റ്റ് നോഡ് എന്ന് പറഞ്ഞു അല്ലേ. ആ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ, ഒരു ഇൻറ്റീജർ ഡാറ്റ ഉണ്ട് അല്ലേ, ഇൻഡ് ഡാറ്റ, ഒരു ഇൻറ്റീജർ ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ, നോഡ് സ്റ്റാർ ലിങ്ക്. എന്താ ഉദ്ദേശിക്കുന്നത്, ഈ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു സ്ട്രക്ചർ തന്നെയാണ് അല്ലേ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചറിന് 2 ഡാറ്റ ഉണ്ട് അല്ലേ. ഒരെണ്ണം ആക്ച്വൽ ഡാറ്റ, അടുത്തത് എന്താ ഇറ്റ് ഈസ് എ ലിങ്ക്. എങ്ങോട്ടുള്ള ലിങ്ക്, ഇതേപോലത്തെ വേറൊരു സ്ട്രക്ചറിലേക്കുള്ള ഒരു റെഫറൻസ് അല്ലേ. ഇങ്ങനത്തെ ടൈപ്പ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ്. നോർമൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി കണ്ടു എന്തായാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്താ, നമ്മൾ നോഡുകൾ എന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് പറഞ്ഞു അല്ലേ. നോഡുകൾ എന്ന് പറയുമ്പോൾ ഒരേ നോഡ്സുകളാണ്, അതായത് ഒരുപാട് നോഡ്സുകളാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ നോഡ്സ് എന്നൊക്കെ പറഞ്ഞത് എന്തായിരുന്നു, എല്ലാത്തിനും എന്തായിരുന്നു 2 പാർട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒരു ഡാറ്റ പാർട്ടുണ്ടായിരുന്നു, ഒരു ലിങ്ക് പാർട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ ഈ ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞത് എന്താ, വേറൊരു സെയിം നോഡിലേക്ക് തന്നെയാണ് അല്ലേ പോയിന്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ അതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതിലൊരു എലമെൻറ്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. ക്ലിയർ ആയ? അപ്പോൾ അത് വേറൊരു സെയിം സ്ട്രക്ചറിലേക്ക് എന്നുള്ളൊരു പോയിന്റർ ആയിരിക്കും, പക്ഷെ അവിടെ എന്താ ഡാറ്റ ചേഞ്ച് ചെയ്ത് വരും അല്ലേ. പോയിന്ററിൻ്റെ അഡ്രസ്സുകളും ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്ട്രക്ചർ എഴുതിയതാണിത്, എന്ത് സ്ട്രക്റ്റ് നോഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു നോഡായി അതിലെന്തുണ്ട്, ലിങ്ക് പാർട്ടുണ്ട് അല്ലേ, ഡാറ്റ പാർട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ദെൻ എന്തുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്. ഈ ലിങ്ക് പാർട്ട് എങ്ങോട്ടാണ് ലിങ്ക് ചെയ്യുന്നത്, വീണ്ടും
ഒരു സെയിം സ്ട്രക്ചറിലേക്ക് അല്ലേ. അതിലും എന്തുണ്ട്, ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ, അതായത് ഒരു നോഡ്, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചറിന്റെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫസ്റ്റ് നോഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ഓർ ഹെഡറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സ്റ്റാർട്ട് ഓർ ഹെഡറിലാണ് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഉണ്ടാവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫസ്റ്റ് നോഡ് അല്ലെങ്കിൽ ഈ സ്റ്റാർട്ട് നോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സ്ട്രക്ചറിന് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടു അല്ലേ. എങ്ങനെയാണ് സ്ട്രക്ചറിന് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്, സ്ട്രക്ചർ നെയിം ദെൻ വേരിയബിൾ നെയിം കൊടുത്തു അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ എന്താന്ന് വെച്ചാൽ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആയ കാരണം കറസ്പോണ്ടിങ് സ്ട്രക്ചറിന്റെ നെയിം എന്താ, നോഡ് അല്ലേ. നോഡ് ദെൻ സ്റ്റാർട്ട് എന്ന് കൊടുത്തു. അതായത് ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ, പക്ഷെ അതിന്റെ നോഡിന്റെ നെയിമാണ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതാണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിൾ. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തായിരിക്കും, സ്റ്റാർട്ടിൽ എന്തുണ്ടായിരിക്കും, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്തായും, ഇതേപോലെ തന്നെ വേറൊരു സ്ട്രക്ചർ അല്ലേ, ഇതേപോലെ തന്നെ ഒരു നോഡ് വരും, അതിലെന്തുണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ട്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ട്, ദാറ്റ് കണ്ടെയ്ൻ എ പോയിന്റർ ദാറ്റ് റെഫറൻസ് ഓർ പോയിന്റ് ടു ദ സെയിം സ്ട്രക്ചർ. ആ ഒരു സെയിം സ്ട്രക്ചറിലേക്ക് തന്നെ അത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അതിനെന്താ, ഒരു ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും. ദെൻ അഗെയിൻ വീണ്ടും അത് വേറൊരെണ്ണത്തിലേക്ക് സെയിം സ്ട്രക്ചറിലേക്ക് പോയിന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു നോഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. നോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിലെന്തുണ്ടായിരിക്കും, ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ലിങ്ക് പാർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പെർഫോം ചെയ്യാം. ഫസ്റ്റ് ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രാവേഴ്സിംഗ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ഇൻസേർഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ഡെലീഷൻ ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ഈ 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് കണ്ടു അല്ലേ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന കൺസെപ്റ്റ് കണ്ടു, ദെൻ അതിനെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് കണ്ടു, അതിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായി വാച്ച് ചെയ്യുക, നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.